ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഒരു പോട്ടിക്കറിയാണ് വെക്കാൻ പോകുന്നത്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡാണ് പോട്ടിക്കറി. ദാ ഒരു കുക്കറിലോട്ട് നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത പോട്ടി മാറ്റുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഇഷ്ടമുള്ള ഫുഡാണെന്ന് ഞാൻ പറഞ്ഞല്ലേ. ഒരു മാസത്തിൽ എങ്ങനെ വന്നാലും ഒരു 2 തവണയെങ്കിലും ഞാൻ കപ്പയും പൊട്ടിയും കഴിക്കും. അതും തട്ടുകടയിൽ നിന്ന്. അത്ര ഇഷ്ടമാണ്. നമ്മളിത് എല്ലാ പോട്ടിയും ഇതിലോട്ട് മാറ്റി. ഇതിന് ശേഷം നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, തക്കാളി, സവാള ഇതെല്ലാം കൂടി ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നല്ലതുപോലെ നമ്മൾ തിരുമ്മി കൂട്ടണം കേട്ടോ. തിരുമ്മി കൂട്ടി ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാലും നല്ലതാണ്. അങ്ങനെ എല്ലാ സാധനങ്ങളും അതിൻ്റെ മേത്തോട്ട് വന്ന് വീഴുകയാണ്. ഈ ഞങ്ങളുടെ നാട്ടിൽ ഇത് ചെറായിയാണ് എറണാകുളത്ത്. അപ്പോൾ ഇവിടെ കല്യാണത്തിൻ്റെ തലേദിവസമൊക്കെ അത്താഴൂണം ഉണ്ടാവും. അന്നേരം അയൽവക്കത്തുള്ള കുറച്ച് പേര് നമ്മൾ വിളിച്ചേക്കണ കുറച്ച് പേരൊക്കെ രാത്രിയൊക്കെ വന്ന് ഫുഡ് കഴിക്കും. അപ്പോൾ ഈ സമയത്ത് എല്ലായിടത്തും പോട്ടിക്കറി ഉണ്ടാവും. പോട്ടിക്കറി നമ്മുടെ പച്ചക്കായ ഇട്ട് വെച്ചിട്ട് എന്ത് ടേസ്റ്റ് ആയിരിക്കും എന്നറിയാവോ. അത്താഴൂണെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ മനസ്സിലോട്ട് ആദ്യം വരുന്നത് അവിടുത്തെ ആ ഫുഡാണ്. പോട്ടിക്കറി, ചെമ്മീൻ കറി, അതുപോലെ തന്നെ അച്ചാർ, ക്യാബേജ്, അങ്ങനെ കുറച്ച് ഐറ്റങ്ങളൊക്കെ കൂട്ടിയിട്ടായിരിക്കുള്ളൂ ഈ അത്താഴൂണ് ഉണ്ടാവുക. ഒരു രക്ഷയില്ലാത്തൊരു അനുഭവമാണ്. ആ ടേസ്റ്റ് നമ്മൾ വീട്ടിൽ വെക്കുമ്പോൾ കിട്ടുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു ആ ഫുഡിന്. ഇന്ന് എല്ലാവരും ഭയങ്കര റിച്ച് സാധനങ്ങളൊക്കെയാണ്. ബിരിയാണിയായി, ബീഫായി, കാര്യങ്ങളൊക്കെ ആയി. ഇതാ നമ്മളെല്ലാം കൂടി ഇട്ട് കുറച്ചധികം വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. കാരണം വേവുണ്ട്. ഒരു 8 വിസിലോളം നമ്മൾ അടിക്കുക. വെന്തില്ല എന്നുണ്ടെങ്കിൽ ഒരു റബ്ബർ പോലെ ഇരിക്കും സാധനം കേട്ടോ. ഇതാ ഒരു പാനിലോട്ട് നമ്മൾ കുറച്ച് തേങ്ങ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. വറുത്തരയ്ക്കാനാണ് കേട്ടോ. ഇതുപോലെ നല്ല കളറായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാല, ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന്, നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവേഴ്സ് എത്രത്തോളം ഇഷ്ടം അത്രത്തോളം ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. തീ മാക്സിമം ഫ്ലെയിം കുറച്ചിടുക. കാരണം പൊടികളാണ്, പെട്ടെന്ന് ചൂട് ഏറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ അത് ഇതുപോലെ തന്നെ ഞാൻ എല്ലാ പൊടികളും റോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. മല്ലിപ്പൊടി ആദ്യം ഇട്ട് കഴിഞ്ഞാലേ കറിക്കൊരു കളറുണ്ടാവും. അതുകൊണ്ടിട്ടാണ് മല്ലിപ്പൊടി ആദ്യം തന്നെ ഇട്ടേക്കണത്. അങ്ങനെ നമ്മൾ മസാലപ്പൊടിയൊക്കെ മൂപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അത്യാവശ്യം നല്ല സ്മെല്ല് വരുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഈ പോട്ടീന് എന്ത് പേരാണ് പറയണതെന്ന് പറയണേ. നമ്മളിവിടെ പോത്തിൻ്റെ പോട്ടിയും അതുപോലെ തന്നെ ആടിൻ്റെ പോട്ടിയും ഇതുപോലെ തന്നെ കറി വെക്കാറുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ആടിൻ്റെ യൂസ് ചെയ്യാറില്ല. ഇതാ അതിനുശേഷം നമ്മൾ ആ വറുത്ത് വെച്ച സാധനങ്ങൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെക്കുന്നു. വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു ചെറിയ സവാള അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. വലിയ രീതിയിലൊന്ന് വഴറ്റിയൊന്നും എടുക്കൊന്നും വേണ്ട, നൈസായിട്ട് എടുക്കണം. ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കറിവേപ്പില ഇടുക കേട്ടോ. ആ കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന ആ കൂട്ടില്ലേ അതിനകത്തോട്ട് ഇട്ടിട്ട് ഒന്ന് എന്താ പറയുക, ഒന്ന് ചൂട് കയറ്റാം. നന്നായിട്ട് തിള വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ സാധനമായിട്ടുള്ള പോട്ടി ആഡ് ചെയ്യാം. സവാളയും ഈ വേപ്പിലയും കൂടി അങ്ങോട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് കിടന്നങ്ങ് മൊരിയല്ലേ. ഇതേ മസാല ചേർത്ത് തുടങ്ങി കേട്ടോ. അരപ്പങ്ങോട്ട് ചേർക്കുകയാണ്. ഈ മസാല തേങ്ങാരപ്പില്ലാതെയും ചെയ്യും കേട്ടോ. നമ്മൾ സാധാരണ ബീഫൊക്കെ വെക്കുന്ന പോലെ തന്നെ വറുത്തരയ്ക്കാതെയും ചെയ്യാം. ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ വറുത്തരയ്ക്കുമ്പോൾ കുറച്ച് കൊഴുപ്പ് കൂടും. ഒരിത്തിരി ഫ്ലേവറിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുമേ. നമ്മൾ ഈ മിക്സിയുടെ ആ ജാറിലോട്ട് കുറച്ച് ഇതിൻ്റെ സ്റ്റോക്ക് ഉണ്ടാവും. ആ സ്റ്റോക്ക് ഒഴിച്ച വെള്ളമാണ് ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നത്. ഇതാ അരപ്പൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ സ്റ്റോക്ക് ഒഴിക്കുകയാണേ. ആ സ്റ്റോക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒഴിക്കുമ്പോഴേ ആ ബാക്കിയുള്ള അരപ്പും കൂടി നമുക്ക് കിട്ടും. അതേ അരപ്പ് നമ്മളൊന്ന് ഇളക്കി കൂട്ടി വെക്കുന്നുണ്ട്.
എങ്ങനെയാണപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ പോട്ടിക്കറി? പോട്ടി ഏത് രീതിയിൽ വെക്കുന്നതാണ് ഇഷ്ടം? ഇത് റോസ്റ്റ് ചെയ്യും, കറിയാക്കും, ഇതുപോലെ തന്നെ പച്ചക്കായ, ഉരുളക്കിഴങ്ങ്, ചേന ഇതൊക്കെ ഇട്ട് വെക്കും കേട്ടോ. എനിക്കിഷ്ടം പച്ചക്കായ ഇട്ട് വെക്കുന്നതാണേ. നല്ലോണം തിളച്ചിട്ടുണ്ട്. നമ്മളിത് പോട്ടി ആഡ് ചെയ്യണം. ബാലൻസ് ഉള്ള പോട്ടി കൂടി ആഡ് ചെയ്ത് ആ സ്റ്റോക്ക് വാട്ടറിനോട് കൂടി തന്നെ ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തട്ടിപ്പൊത്തി വെക്കുക. കുറച്ച് കറിവേപ്പില വേണമെങ്കിൽ അതിൻ്റെ മുകളിലോട്ട് വെക്കാം. ഇത് നന്നായിട്ടൊന്ന് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഗ്രേവിയിൽ നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ പൊട്ടിക്കറി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല രീതിയിൽ അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഞാനൊരു സെമി ഗ്രേവി മോഡലാണ് എടുക്കുന്നത്. അപ്പോൾ സംഭവം സെറ്റ്. ഇനി നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റിലൂടെ രേഖപ്പെടുത്താം. ടാറ്റാ ബൈ ബൈ, സീ യു.